ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പശ്ചിമഘട്ട സമിതികളെ പറ്റിയാണ്. 3 സമിതികളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഗാഡ്ഗിൽ കമ്മിറ്റി, കസ്തൂരിരംഗൻ കമ്മിറ്റി, വുമൻ വി വുമൻ കമ്മിറ്റി. ആദ്യം ഗാഡ്ഗിൽ കമ്മിറ്റി നോക്കാം. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം രൂപീകരിച്ച വെസ്റ്റേൺ ഘട്ട് എക്സ്പേർട്ട് എക്കോളജി പാനലാണ് ഗാഡ്ഗിൽ കമ്മിറ്റി 2010. അതായത് പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെപ്പറ്റി പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ 12 താലൂക്കുകൾ പൂർണ്ണമായും 2 താലൂക്കുകൾ ഭാഗികമായും പരിസ്ഥിതി ലോല മേഖലയാണ്. ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ചെയർമാൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലാണ്. പ്രാഥമിക ലക്ഷ്യം പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ വേർതിരിക്കുകയും അവയുടെ സംരക്ഷണത്തിനുള്ള നടപടികൾ ശുപാർശ ചെയ്യുകയും ചെയ്യുക. ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച 2011 ഓഗസ്റ്റ് 31. പ്രധാന ശുപാർശകൾ: ഓഗസ്റ്റ് 2011 മുഴുവൻ മലനിരകളും പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി മാറ്റാൻ ശുപാർശ ചെയ്തു. പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയെ നിയമിച്ചത് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പാണ്. പശ്ചിമഘട്ട അതിർത്തിയിലെ 142 താലൂക്കുകളെ പരിസ്ഥിതി ലോല അഥവാ എക്കോ സെൻസിറ്റീവ് സോൺ 1, 2, 3 എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചിരിക്കുന്ന മേഖലയാണ് എക്കോ സെൻസിറ്റീവ് സോൺ 1. പുതിയ വൻകിട അണക്കെട്ടുകൾ അനുവദിക്കരുതെന്ന സമിതി ശുപാർശ ചെയ്ത മേഖലയാണ് എക്കോ സെൻസിറ്റീവ് സോൺ 1. കേരളത്തിൻ്റെ ആതിരപ്പള്ളി പദ്ധതിയും കർണാടകത്തിൻ്റെ ഗുണ്ടിയ ജലവൈദ്യുത പദ്ധതിയും ഉൾപ്പെടുന്ന മേഖലയാണ് എക്കോ സെൻസിറ്റീവ് സോൺ 1. ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് അംഗീകാരം നൽകേണ്ടതില്ലെന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഗാഡ്ഗിൽ കമ്മീഷൻ. കേരളത്തിൽ നിന്ന് മുകളിലേക്കുള്ള പ്രവർത്തനത്തിന് സമിതി ശുപാർശ ചെയ്തു. അതായത് ഗ്രാമസഭകളിൽ നിന്ന് തുടങ്ങി മുകളിലേക്ക്. ഒരു പശ്ചിമഘട്ട പരിസ്ഥിതി അതോറിറ്റി വെസ്റ്റേൺ ഘട്ട്സ് എക്കോളജി അതോറിറ്റി WGEA 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിനു കീഴിൽ നിർമ്മിക്കാൻ ശുപാർശ ചെയ്തു. പശ്ചിമഘട്ടത്തിലെ പരിപൂർണ പരിസ്ഥിതി ലോല സ്വഭാവം വികസന ഊർജ പദ്ധതികളെ തകിടം മറിക്കുമെന്ന് കാട്ടിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ എതിർത്തു. ഇതായിരുന്നു ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ഒരു ബേസ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കസ്തൂരിരംഗൻ നോക്കാം.